ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഏത് പ്രായത്തിലുള്ളവർക്കും നരച്ച മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും. അതും വളരെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ വളരെ സിമ്പിളായിട്ട് 2-3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ നിറയെ മാറ്റാനായിട്ടുള്ള നല്ലൊരു ഹോം റെമഡിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരുടെയും മുടി വളരെ ചെറുപ്പം മുതലേ തന്നെ നരച്ചു തുടങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നുമില്ലാതെ നമുക്ക് ഏത് പ്രായത്തിലുള്ളവർക്കും നല്ല കറുപ്പോട് കൂടി തന്നെ മുടി നിലനിർത്താനായിട്ടുള്ള ഒരു ടിപ്പും കൂടെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതും നല്ല ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ്. അതായത് ഇന്നത്തെ കഞ്ഞിവെള്ളമാണിത്. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം നമ്മൾ എടുക്കരുത്. കഞ്ഞിവെള്ളം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. മുടിക്ക് നല്ല ഡാർക്ക് കളർ കിട്ടാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് കോഫി പൗഡർ. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു വെള്ളം ചെറുതായിട്ട് വറ്റി വരണം, അതുവരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമ്മൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ഹെയർ ഡേകൾ ഉപയോഗിക്കുന്നതിന് പകരം ഇതേപോലെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ യാതൊരു സൈഡ് എഫക്ട്സും നമ്മുടെ മുടിക്കുണ്ടാവില്ല. അപ്പോൾ കഞ്ഞിവെള്ളം നല്ലതുപോലെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. അതായത് ഹെന്ന പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം ഹെന്ന പൗഡറാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇത് വറ്റിച്ചെടുക്കാം. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം, കാരണം ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡൈ അത്യാവശ്യം ചൂടൊക്കെ ആറി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫൈനലായിട്ട് ഒരു പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അതായത് നീലാമരിപ്പൊടിയാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം നീലാമരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഹെന്ന പൗഡർ ചേർക്കുമ്പോൾ നമ്മുടെ മുടി ബ്രൗൺ കളറിലാണ് കിട്ടുന്നത്. എന്നാൽ ഈ ഒരു പാക്കിലേക്ക് നമ്മൾ നീലാമരിപ്പൊടി ചേർക്കുമ്പോൾ നല്ല ബ്ലാക്ക് കളറിലാണ് നമ്മുടെ മുടി കിട്ടുക. അപ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സ് ആക്കി കൊടുക്കണം. ഇനി ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഒത്തിരി ലൂസുമല്ല, അതേപോലെ തന്നെ ഒരുപാട് തിക്കുമല്ല. ഇനി ഇത് നമ്മളിപ്പോൾ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. അരമണിക്കൂറിന് ശേഷമാണ് നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് അരമണിക്കൂർ നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ഹെയറുടെ കുറച്ചും കൂടെ ബ്ലാക്ക് കളറിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് നമ്മുടെ മുടിയിൽ പിടിച്ചിട്ട് ആ ഒരു മുടി നല്ല ബ്ലാക്ക് കളറിലായിട്ട് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ ഹെയറിലാണ് ചെയ്ത് കാണിക്കുന്നത്. നാച്ചുറലായിട്ടുള്ള ഒരു ഹോം റെമഡി ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണിത്. എന്ത് ചെയ്തിട്ടും മുടി കറുക്കുന്നില്ല എന്നുള്ളവരെ ഇൻസ്റ്റൻ്റായിട്ട് ഹെയർ ഡൈകൾ, കെമിക്കൽ ഹെയർ ഡൈകളാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ മുടിക്ക് നല്ല ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഇതേപോലുള്ള നാച്ചുറലായിട്ടുള്ള ഹെയർ ഡേകൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ യാതൊരു സൈഡ് എഫക്ട്സും നമ്മുടെ മുടിക്ക് ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മുടെ മുടിക്ക് നാച്ചുറലായിട്ടുള്ള കറുപ്പ് നിറമാണ് കിട്ടുന്നത്. ഇപ്പോൾ ഇത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് 1 മണിക്കൂറിന് ശേഷം മുടി കഴുകാവുന്നതാണ്. അതേപോലെ നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് മുടി നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. ഒട്ടും തന്നെ ഓയിലില്ലാത്ത മുടിയിലായിരിക്കണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹെയർ ഡേകൾ മേടിച്ച് ഉപയോഗിക്കുമ്പോൾ നരച്ച മുടിയുടെ എണ്ണം കൂടുകയല്ലാതെ കുറയുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേപോലെയുള്ള ഹെയർ ഡേകൾ ഉപയോഗിച്ചിട്ട് മുടി കറുപ്പിക്കുന്നതാണ് നല്ലത്. അത് നമ്മുടെ മുടി നരയ്ക്കുന്നത് കുറയ്ക്കുന്നതാണ്. അതേപോലെ മുടിക്ക് മറ്റ് ഡാമേജുകളൊന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഹെയർ ഡേ ചെയ്ത് നോക്കണം. അതേപോലെ നമ്മളിത് 2 മണിക്കൂറെങ്കിലും മുടിയിൽ വച്ചതിന് ശേഷമാണ് മുടി കഴുകേണ്ടത്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.